ഇതുവരെയും കല്യാണമാകാത്ത സുനിത്തിന് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു. അതാണ് ഇന്ന് പറയുന്നത്. ഹായ് മാഡം, എൻ്റെ പേര് സുനിത്. യഥാർത്ഥ പേരല്ല. ഞാൻ ബിടെക് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ഗൾഫിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷേ പച്ച പിടിച്ചില്ല. പിന്നെ നാട്ടിലേക്ക് വന്നു. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സ്ഥിരമായി ഒരു ജോലിയില്ല. ഇടയ്ക്കിടയ്ക്ക് ജോലി മാറേണ്ടി വരുന്നു. അങ്ങനെ പല ദുഃഖങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് വിവാഹം ഞാൻ ശ്രമിച്ചില്ല. വീട്ടുകാരാണെങ്കിലും എന്നെ എഴുതിത്തള്ളിയ മട്ടിലാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് 2-3 കമ്പനികളിൽ മാറി മാറി ജോലി ചെയ്തിട്ടാണ് എറണാകുളത്തിനപ്പുറത്തുള്ള ഒരു കമ്പനിയിലേക്ക് വന്നത്. അവിടെ ഗ്രാമപ്രദേശത്താണ് കമ്പനി. ടൗണിൽ നിന്നും 7 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഒരു അക്കോമഡേഷന് വേണ്ടി അതിനടുത്തുള്ള പല സ്ഥലങ്ങളിലും ട്രൈ ചെയ്തു. ഗ്രാമപ്രദേശമായതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. ഞാൻ ഒരു ബാച്ചിലറല്ലേ. പിന്നെ ടൗണിൽ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റ് ജില്ലകളെ പോലെയല്ല, ഇവിടെ ഒരു താമസ സ്ഥലം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ പലരോട് ചോദിച്ച് പലയിടത്തും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവസാനം ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ചു. അത് ഒരു മുറിയാണ്. അവിടെ ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഒരു 55 വയസ്സ് കാണും. ഒരു ഇക്കയാണ്. അദ്ദേഹത്തിന് ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട്. രാവിലെ വാഹനവുമായി പോവും. വൈകിട്ട് ഒരു 9 മണി 10 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. അങ്ങനെ യാന്ത്രികമായ ഒരു ജീവിതമാണ് എൻ്റേത്. ഇക്കയ്ക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. എന്നാലും വല്ലപ്പോഴും മാത്രമേ പോവുകയുള്ളൂ. പുള്ളി പറഞ്ഞത്, ദാമ്പത്യ ജീവിതമൊക്കെ ഒത്തിരി കഷ്ടപ്പാടാണ്. പണം അതാണ് അത്യാവശ്യം. പിന്നെ രാപ്പകൽ അധ്വാനിച്ച് ഭാര്യയുടെ കയ്യിലേക്ക് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ സന്തോഷത്തിലിരിക്കും. എനിക്കും സന്തോഷം തന്നെ. കൂടുതൽ ഞാൻ അവളെ സന്തോഷിപ്പിക്കാനോ അവൾ എന്നെ സന്തോഷിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാത്തൊരവസരമാണ്. അതെന്താ ഇക്ക അങ്ങനെ? അങ്ങനെയാടാ. കല്യാണം കഴിയുമ്പോൾ പുതുമുടിയിൽ സ്ത്രീക്ക് പുരുഷൻ വലിയ എന്തോ സ്വത്താണെന്ന് തോന്നും. അതുപോലെ തിരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകളോട് അമിത അറ്റാച്ച്മെൻറ്റ് തോന്നും. 2-3 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേക്കും രണ്ടുപേരും ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവുമാകും. പിന്നെ കൂട്ടിമുട്ടിയാലായി, ഇല്ലെങ്കിലായി. അതിന് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും കൂട്ടിമുട്ടില്ലല്ലോ. അതാണ് മോനെ ഞാനും പറഞ്ഞത്. ധ്രുവങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയിലാണ്. ഒരു കൂട്ടിമുട്ടലുമില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. ഇക്ക, ഇങ്ങനെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് മറ്റ് മോശമായ വിചാരങ്ങൾ തോന്നില്ലേ? വേറെന്തെങ്കിലും ബന്ധത്തിൽ അവർ ചെന്ന് ചാടിയാലോ? അപ്പോൾ ഇക്ക പറയുകയാണ്, ചെന്ന് ചാടിയെങ്കിൽ എനിക്ക് നല്ലത്. ചെന്ന് ചാടുക മാത്രമല്ല, അങ്ങൻ്റെ കൂടെ ഇവൾ അങ്ങ് ഒളിച്ചോടിപ്പോണം. അതോടുകൂടി എനിക്കൊക്കെ ആകും. എന്നാലും കുട്ടികളൊക്കെ ഇല്ലേ? കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൊട്ടിലാട്ടുന്ന കുട്ടികളല്ലല്ലോ. രണ്ടുപേരും മുതിർന്ന കുട്ടികളാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയുള്ളവരാണ് എന്ന് പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിക്കും. ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കും. 10 മിനിറ്റ് സംസാരിക്കും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭാര്യയുടെ കാര്യം പറയുമ്പോഴും തമാശ പോലെയാണ് പറയുന്നത്. എന്തായാലും വിചിത്രമായ ജീവിതമാണ്. കല്യാണം കഴിക്കാതിരിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കുന്തമാണോ ദൈവത്തിനറിയാം എന്ന് ഞാനും വിചാരിച്ചു. അലിക്ക, ഇക്കയ്ക്ക് വേറെന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ? ഇത്ര കൂളായിട്ടിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇക്ക പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് അതിനുവേണ്ടി നടക്കുകയല്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലതും നമ്മുടെ കൺമുന്നിൽ വന്നു വീഴും. ആ സമയത്ത് നമുക്ക് പെറുക്കിയെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചിരിച്ചു. പുള്ളി ജീവിതത്തിൻ്റെ തന്ത്രം പഠിച്ച ഒരാളാണ്. കുടുംബത്തിന് പ്രശ്നമുണ്ടാക്കാതെ, അദ്ദേഹത്തിൻ്റെ ലൈഫിന് പ്രശ്നമുണ്ടാക്കാതെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാനിടയ്ക്ക് എൻ്റെ സെൻറ്റിമെൻറ്റ്സുകളൊക്കെ ഇക്കയോട് പറയും. മറ്റാരുമില്ലല്ലോ. ഒരു ദിവസം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും ഞാൻ ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ സാലറി ഒന്നുമില്ല. എന്നാണ് എനിക്ക് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വലിയ സ്കില്ലില്ല. അതുകൊണ്ടാണ്. അതൊക്കെ അങ്ങനെയാടാ. എല്ലാവരും ഇപ്പം വലിയ കഴിവുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. തട്ടിയും മുട്ടും മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പോൾ അവൾക്ക് ജോലിയുള്ളവളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നീ തന്നെ അവളെ നോക്കേണ്ടി വരും. അതിന് കുറച്ചൊക്കെ ഒന്ന് സമ്പാദിച്ചിട്ടിട്ട് പതുക്കെ ചെയ്യുന്ന നല്ലതെന്ന്. എങ്ങനെ സമ്പാദിക്കാനേക്കാ? അപ്പോഴേക്കും മിക്ക പറഞ്ഞു, എടാ നമുക്കെന്തെങ്കിലുമൊക്കെ നോക്കാന്നേ. ഇവിടെ നിൽക്കുകയല്ലേ, ഇവിടെ നിന്ന് തന്നെ ഏതെങ്കിലും നല്ല ജോലിക്ക് കയറിപ്പോകാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് ബസ്സിൽ വന്ന് ജംഗ്ഷനിൽ ഇറങ്ങണം. അവിടുന്ന് ഏകദേശം 300 മീറ്റർ ഉണ്ട് ഞാൻ താമസിക്കുന്നിടത്തേക്ക്. 2 വശത്തും ചുറ്റുമതിലുകളുള്ള വീടുകളാണ്. വലിയ പോഷ് വീടുകളാണ്. അതിനുള്ള ആളുകളെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന ആ വീട്. 5 മുറികളിലായി 10 പേരുണ്ട്. ഓരോരുത്തരും വരുമ്പോൾ ഓരോ നേരമാകും. പിന്നെ ഇക്കയും ഞാനുമാണ് ഏറ്റവും കൂട്ട്.
ഒരു ദിവസം ബസ് ഇറങ്ങി ഞാൻ നടന്നു വരുമ്പോൾ ആരോ എന്നെ ശൂശെന്ന് വിളിക്കുന്നു. ഞാൻ റോഡിലങ്ങ് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. നോക്കുമ്പോൾ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഒരു തല കാണാം. 10-40 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ചോദ്യഭാവത്തിൽ അവരെ നോക്കിയപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഹാരിസിക്കയോടല്ലേ മോൻ താമസിക്കുന്നത്? അതെ. റൂമിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അതെ. പുള്ളിക്കാരൻ എപ്പോൾ വരും? 9 മണിക്ക് കഴിയും വരാൻ വേണ്ടിയിട്ട്. അതെ, ഞാനൊരു ആവശ്യത്തിന് പുള്ളിക്കാരനെ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും നമ്പരുണ്ടോ? ഒരു നമ്പരേ എനിക്കറിയൂന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഈ നമ്പരേ എനിക്കും അറിയുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞു. എന്തായാലും വരുമ്പോൾ മോനെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, പറയാം. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സജിത എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു പോയി. എന്തായാലും ഞാൻ ഇക്ക വരുന്നത് കാത്തിരുന്നു. ഇക്ക വന്നു കഴിഞ്ഞപ്പോഴേക്കും 9:30 ഞാൻ പറഞ്ഞു ഇക്കയോട്, സജിത ചേച്ചി തിരക്കിയെന്ന്. ആഹാ, അവർ വിളിച്ചായിരുന്നോ? എടാ മോനെ, എൻ്റെ മൊബൈൽ താഴെ വീണു, ദേ അനങ്ങുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിൻ്റെ മൊബൈൽ ഇങ്ങോട്ട് താ, അവളെ ഞാനൊന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചെന്തോ സംസാരിക്കുകയും ചെയ്തു. അല്ല ഇക്കയ്ക്ക് എങ്ങനെയാണ് ആ സ്ത്രീയുമായി പരിചയം? എടാ, അവരൊരു ബൊട്ടിക്ക് നടത്തുന്നുണ്ട്, ബ്യൂട്ടീഷ്യനുമാണ്. അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ ഒരു മകളുണ്ട്, അവൾ നേഴ്സിങ്ങിനെ മറ്റും പഠിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് എല്ലാം വാങ്ങിക്കുന്നത്. അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതിനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എന്നെയും കിട്ടിയില്ല. ഓ, അതാണോ ഇക്ക എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ വിഷയം വിട്ടു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പറയിക്ക, നിൻ്റെ മുഖം സൂപ്പറാണ്. അപ്പോൾ ഇക്കയ്ക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണോ എൻ്റെ മുഖം സൂപ്പറാണെന്ന് തോന്നിയത്? മുഖം മാത്രമേ ഉള്ളൂ സൂപ്പർ, ബോഡി വളരെ പരിതാപകരമാണ്. അതെന്താ ഇക്ക അങ്ങനെ പറഞ്ഞ്? എടാ, നല്ല മുഖമുള്ള ഒരാൾക്ക് നല്ല ബോഡി വേണം. ഇപ്പോഴത്തെ കാലത്ത് നല്ല ബോഡി ബിൽഡിംഗ് ആയിട്ട് നിൽക്കാമെങ്കിലേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഓടി വരും. പക്ഷേ സൗന്ദര്യമുള്ള മുഖമുണ്ടായിട്ടും ബോഡി ഷേപ്പ് അതിൽ പോയി. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിൻ്റെ കല്യാണമൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. എന്താ ഇക്ക ഞാൻ ചെയ്യേണ്ടത്? നീ നാളെ തൊട്ട് ജിമ്മിൽ ചേര്. ദേ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ ചേർത്ത് വിടാം. രാവിലെയോ വൈകിട്ടോ പോകൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ വൈകിട്ട് പോകാൻ പറ്റില്ലല്ലോ, രാവിലെ പോകാൻ പറ്റുള്ളൂ. എങ്കിൽ നീ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഇക്ക നിർബന്ധം പിടിച്ചു. എടാ, ഒരു 3 മാസം പോകൂ, നിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നീ തന്നെ അത്ഭുതപ്പെടൂ. നല്ലൊരു ഷേപ്പ് വേണം, ഇല്ലെങ്കിൽ ആണുങ്ങളെ എന്തിനു കൊള്ളാം. എന്നെപ്പോലെ പ്രായമായി വയറൊക്കെ ചാടി നടന്നു കഴിഞ്ഞാൽ എന്താ രസം എന്ന് പറഞ്ഞ് ഇക്ക എന്നെ പ്രോത്സാഹിപ്പിച്ചു. ചെറുപ്പകാലത്ത് നന്നായിരിക്കണം, അല്ലാതെ എന്താ കാര്യം? ഇക്കയ്ക്ക് എന്നോട് ജിമ്മ് വരാമല്ലോ, ഞാനും വരാടാ, ഒരു പ്രശ്നമില്ല. എനിക്കും എൻ്റെ കൂടെ വേറെ ഒന്ന് കുറയ്ക്കണം, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കയുടെ പ്രേരണയിലാണ് ഞാൻ പോയത്. ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് പോകും. ഞാനും വീട്ടിൽ പോകുന്നത് ചുരുക്കമാണ്, ഇക്കയും വീട്ടിൽ പോകുന്നത് ചുരുക്കമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. 6 മാസമെങ്കിലും പോകാതെ ഇത് നിർത്തരുത് എന്ന് ഇക്ക എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഇക്ക എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. 3 മാസമൊക്കെ ആയപ്പോഴേക്കും പ്രകടമായ വ്യത്യാസം വന്നു. ഇക്ക പറഞ്ഞു, പോരാ, നല്ല 6 പാക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന്. എൻ്റെ പൊന്നിക്ക, പെട്ടെന്നൊന്നും 6 പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് സാരമില്ല, ഏകദേശം 6 പാക്ക് ഉള്ളതുപോലെ ആകണം. അതെന്തിനേക്കാ? എടാ, ഇപ്പോഴത്തെ കാലത്ത് 6 പാക്കുള്ള ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്കിഷ്ടം. പെണ്ണുങ്ങൾ ഓടി വരണ്ടേ? ഞാൻ പറഞ്ഞു, ഓടി വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് കല്യാണം കഴിക്കാനുള്ള സാലറി ഒന്നുമില്ല. അതൊക്കെ പിന്നല്ലേ, ആദ്യം വേണ്ടത് കല്യാണം കഴിക്കാനുള്ള ചില കാര്യങ്ങളാണ്. സാലറി പിന്നെ, പണം പിന്നെ. ഫസ്റ്റ് പുരുഷന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാമോ? എനിക്കറിയില്ല, ചുമ്മാ അതല്ല നീ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് ഇക്ക എന്നെ കളിയാക്കി. 6 മാസം കൊണ്ട് എനിക്ക് നല്ലൊരു ലുക്ക് വന്നു. സൗന്ദര്യം പണ്ടേ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അപകർഷതാബോധം അത് എന്നെ പിടികൂടിയിരുന്നു. ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. എന്തായാലും 6 മാസമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഇക്ക എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടാ, നീ എന്നോട് ഇന്നാളൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത് കാര്യം? നീ ജോലിയൊന്നും ചെയ്തിട്ട് പെർഫെക്റ്റായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതേപോലെ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്ന് സമ്പാദിക്കും, അതിന് വേണ്ട സ്കില്ലൊന്നുമില്ല എന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ? അത് ഞാൻ എന്നും പറയല്ലോ. എങ്കിൽ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, പക്ഷേ അതിൽ കൂടി നിനക്ക് ഒത്തിരി പണം സമ്പാദിക്കാൻ പറ്റും. പക്ഷേ നീ എന്തിന് റെഡി ആയിരിക്കണം. എന്താ ഇക്ക, വല്ല പ്രശ്നമുള്ള കാര്യമാണോ? നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുമാണെന്ന്. ഞാൻ ചോദിച്ചു, അതെന്ത് കാര്യമാണ്? ഇനി ഞാൻ നിന്നോട് വിശദമായിട്ട് ഒന്ന് പറയാം. പക്ഷേ അതിനു മുമ്പ് നിൻ്റെ മസിലൊക്കെ കാണിച്ചുള്ള നല്ല ഫോട്ടോസ് ഞാൻ എടുക്കട്ടെ. എന്താ ഇക്ക, എന്നെ വല്ല കോമ്പറ്റീഷനും പറഞ്ഞു വിടുന്നുണ്ടോ? പുരുഷ സൗന്ദര്യ മത്സരം? ഇതും ഒരുമാതിരി സൗന്ദര്യത്തിൻ്റെ മത്സരം തന്നെയാണ്. നിൻ്റെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ചിട്ട് കുറേ ഫോട്ടോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എടുത്തിട്ട് അയച്ചു കൊടുത്ത ഒരാൾക്ക്
ഇനിയിപ്പോൾ റിസൾട്ട് വരും, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാൻ ബാക്കിയെന്ന്. എന്താ ഇക്ക, പറ എന്ന് പറഞ്ഞപ്പോൾ എടാ ഞാൻ പിന്നെ പറയാം, അതിൻ്റെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരാൻ ഇതെന്താ പരീക്ഷയാണോ അതോ വല്ല ലാബിലും അയച്ചു കൊടുത്തോ? ആ നോക്കട്ടെ, എല്ലാ പരീക്ഷയും നീ പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് പണം ഉണ്ടാക്കാനുള്ള വലിയ വഴി തെളിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. തെളിച്ച് പറ, അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാൻ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു, റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല, ഇനി നീ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇതിൽ നിന്ന് പുറത്താകുമെന്ന്. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷേ ഒരു 11 മണിയായപ്പോൾ ഞങ്ങളവിടെ റൂമിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഇക്ക മൊബൈൽ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയി, ഇനി ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം, കേട്ടിട്ട് നീ ഓക്കെ ആണോ അല്ലയോ എന്ന് പറയണം. ഞാൻ ആർക്കാണ് ഫോട്ടോ അയച്ചു കൊടുത്തതെന്ന് എനിക്കറിയാമോ? ഞാനെങ്ങനെ അറിയണോ ഇക്കയല്ലേ അയച്ചു കൊടുത്തത്? എങ്കിൽ ഞാൻ ആ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തത് സജിതയ്ക്കാണ്. അവർക്കെന്തിനാ അയച്ചു കൊടുത്തത്? അവരാണല്ലോ അതിൻ്റെ കോർഡിനേറ്റർ. സൗന്ദര്യ മത്സരത്തിൻ്റെ കോർഡിനേറ്റർ അവരാണോ? എടാ ആ മത്സരം ഒന്നുമില്ലടെ നടക്കുന്നത്, വേറെ മത്സരമാണ്. എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇനി പണമുണ്ടാക്കാനുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. അതായത് സൗന്ദര്യം പണമാക്കി മാറ്റുക. അതിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ മോഡലാകാം, അല്ലെങ്കിൽ സിനിമ നടിയാകാം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ പുരുഷന്മാരുടെ സൗന്ദര്യം പലപ്പോഴും ചില മനുഷ്യർക്ക് മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ. നല്ല സൗന്ദര്യമുള്ള പല ആണുങ്ങളും ഒന്നുമല്ലാതെ ആയിത്തീരുന്നുണ്ട്. ഇക്ക പറഞ്ഞു വരുന്നത് എന്താ എന്ന് വെച്ചാൽ, സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും സൗന്ദര്യമുള്ള പുരുഷന് കിട്ടുന്നില്ല. എന്താ പറയുന്നത്? സൗന്ദര്യമുള്ള പുരുഷന് എന്തിനു പെരിച്ചുമെല്ലാം കിട്ടുമോ? അതൊന്നും അല്ലടാ. എന്തായാലും നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിന്നെ കൊച്ചമ്മമാർ കാത്തിരിക്കുന്നു. കൊച്ചമ്മമാരോ? എടാ നീ കേട്ടിട്ടില്ലേ, വലിയ വലിയ സിറ്റികളിൽ നല്ല ചെക്കന്മാർക്ക് വേണ്ടി ആവശ്യക്കാർ വലയെറിഞ്ഞ് കാത്തിരിക്കുകയാണ്. അതേടാ, അതായത് ഭർത്താവിൻ്റെ തിരുമുഖം കാണുമ്പോൾ തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എല്ലാം അവസാനിക്കുമ്പോൾ വെറുതെ കറങ്ങുന്ന ഫാനിൽ മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന സ്ത്രീകൾ, അവരെല്ലാം കാത്തിരിക്കുകയാണ് നിന്നെപ്പോലൊരു ചുള്ളനെ. പക്ഷേ മുഖം മാത്രം നന്നായാൽ പോരാ. ഇപ്പോൾ 55 വയസ്സുള്ള സ്ത്രീകൾക്ക് വേണ്ടത് 6 പാക്കുള്ള ആളെയാണ്. നല്ല ഹിന്ദി സിനിമ നടനെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമ നടന്മാരെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജിമ്മായിരിക്കണം. ജിമ്മിനല്ലെങ്കിൽ അവർ കട്ട്. നിനക്കൊന്നും കിട്ടില്ല. ചിലപ്പോൾ നിൻ്റെ മുഖസൗന്ദര്യം കൊണ്ട് നിനക്ക് അവസരങ്ങൾ കിട്ടിയേക്കും, പക്ഷേ പണം അതൊരിക്കലും കിട്ടില്ല. ഇക്ക പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് പിടികിട്ടി. എടാ, നിന്നെ നിർബന്ധിച്ച് ജിമ്മിലൊക്കെ കൊണ്ടുപോയത് എന്തിനാണ്? നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാണ്? ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കഴിഞ്ഞ് രക്ഷപ്പെടുമോ? ഇത് കഷ്ടപ്പാടല്ലല്ലോ. രസത്തിലൂടെ കഷ്ടപ്പാടില്ലാതെ പണം നേടിയെടുക്കുക. അത് മാത്രമല്ല, പലരുടെയും സ്വപ്നത്തിന് കൂട്ടാകുക. അത് നല്ല കാര്യമല്ലേ? സ്വയം നമുക്ക് രസിക്കാം. അതുമാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കൈ നിറയെ പണം, നിറയെ ബന്ധങ്ങൾ, ഇതെല്ലാം നിനക്ക് കൈവന്ന് ചേരും. അയ്യോ, എനിക്കിതൊന്നും ശരിയാവാൻ തോന്നുന്നില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എല്ലാ കാലത്തും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് 10,000 25,000 രൂപയ്ക്ക് ജീവിക്കേണ്ടി വരും. നിനക്ക് പണം വേണോ? സെറ്റിലാകണോ? അമിതമായി അധ്വാനം ഒഴിവാക്കണോ? രസങ്ങൾ നിന്നെ തേടി വരണോ? ഭാവി സുരക്ഷിതമാക്കണോ? എങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. നീയായി, നിൻ്റെ ഇഷ്ടമായി എന്നിക്ക പറഞ്ഞു. രാത്രി മുഴുവനും ഞാൻ ആലോചിച്ചു. രാവിലെ ആയപ്പോൾ ഇക്കോട് ഞാൻ പറഞ്ഞു, ഇക്ക എനിക്ക് എങ്ങനെയാണെന്നും അറിയില്ല. അത് പിന്നെ എല്ലാവരും പഠിച്ചിട്ടാണ് പോകുന്നത്, ഇതിനങ്ങനെ വലിയ കോളേജൊന്നുമില്ല. പോയി കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ട്രബിളിൽ കൂടി തുടങ്ങുക. പിന്നെ നീ മാരത്തോണിൽ പങ്കെടുക്കുക. എനിക്ക് ആദ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും എന്ത് ചെയ്യും? അതൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ സൗന്ദര്യവും 6 പാക്കും അവിടെ മറക്കപ്പെടും. കാര്യം അവർക്ക് വേണ്ടത് സൗന്ദര്യവും അവരിഷ്ടപ്പെടുന്ന രൂപവുമാണ്. അതിനിടയ്ക്ക് സെക്കൻഡുകളായാലും അവർക്ക് പ്രശ്നമില്ല. പുതുമ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ അത് നിനക്കവിടെ സ്നേഹവും സമാധാനവും സുരക്ഷിതത്വവും കൊടുത്ത് പെരുമാറാൻ കഴിയുമെങ്കിൽ നീ സക്സസ്. നിൻ്റെ ആദ്യത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സജിത പറഞ്ഞ എന്താണെന്നറിയാമോ? ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിയുണ്ട്. ആൻറ്റിക്ക് നിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴേക്കും ആൻറ്റി സൗഹൃദ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2-3 മണിക്കൂർ നിനക്ക് കിട്ടാൻ പോകുന്നത് 20,000. ഇത് നല്ല വഴിയോ ചീത്ത വഴിയോ എന്ന് നീ തിരഞ്ഞെടുത്തു. വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ഉത്തരം കിട്ടണം. പക്ഷേ ആദ്യത്തെ കടമ്പ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തുടർച്ചയായി ഇഷ്ടം പോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ വകകളും സജിത ഒരുക്കി തരും. അവൾ
ഇതിൻ്റെ ഒരു കോർഡിനേറ്ററാ മോനെ. അല്ലിക്ക, ഇക്കയ്ക്ക് പറ്റില്ലേ? പിന്നെ എനിക്ക് പ്രായമായില്ലേ എടാ. നീയും ഒരു 5 വർഷം കൂടെ, അത്രയൊക്കെ നിനക്ക് ഗ്യാരണ്ടി ഉള്ളൂ. അത് കഴിയുമ്പോൾ നിൻ്റെ ആ യൗവനം അങ്ങ് പോകും. പിന്നെ നീ 6 പാക്കുള്ള ഒരു കളവനാകും. ഇക്ക പേടിപ്പിക്കാതെ. ഞാൻ സത്യം പറഞ്ഞത്. മാർക്കറ്റ് ഇപ്പോഴാണ്. ഇപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നിക്ക പറഞ്ഞു. മറ്റു പല കാര്യത്തിലും കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറപ്പാണ് എനിക്ക് മറ്റവസരങ്ങളോ മോഡലിങ്ങിനോ ഒക്കെ പോയാലും വിജയിക്കാം എന്നൊരു ശുഷ്കാന്തി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇക്ക പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ശുഷ്കാന്തികൾ എല്ലാം എനിക്ക് അവസരങ്ങളായി മാറ്റാം എന്ന് തോന്നി. അങ്ങനെ ഇത്തിരി ഭയം തന്നെയാണ് സജിത ചേച്ചിയുമായി ഞാൻ സംസാരിച്ചത്. ചേച്ചി എന്നോട് പറഞ്ഞു, ഇപ്പോഴുള്ള നിൻ്റെ രൂപം നിനക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. ഞാനും അതിന് കൂട്ടു നിൽക്കും. പക്ഷേ ഒന്ന് ഓർക്കുക, ഫിഗർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റൈൽ, നല്ല ഡ്രസ്സ്, സ്കിന്ന്, ബ്യൂട്ടി പാർലർ, ഇതൊന്നേ മറക്കരുത്. നല്ല നല്ല സുഗന്ധങ്ങൾ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സിനിമാ നടൻ എന്ന് തോന്നിക്കുന്ന ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാവൂ. അല്ല ചേച്ചി, അതിനൊത്തിരി പണം ചിലവാകില്ലേ? നീ ഇതെല്ലാം പതുക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൻറ്റിയില്ലേ, ആൻറ്റിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ചില കരാറുകൾ ആവശ്യമുണ്ട്. തൽക്കാലം മാസത്തിൽ 7-8 തവണ നീ അവിടേക്ക് പോകേണ്ടി വരും. അതിനൊക്കെ ഈ പറഞ്ഞ തുക ഓരോ ദിവസം കിട്ടുകയും ചെയ്യും. അതിന് നിനക്ക് എക്സസ് അല്ലേ? അതിൽ നിന്ന് ഒരു വട്ടം കിട്ടുന്ന തുക നീ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കണം. അതിൻ്റെ നിർദ്ദേശങ്ങളും എവിടെ പോകണമെന്നുള്ളതൊക്കെ ഞാൻ തന്നെ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിത്തിരി പേടിയുണ്ട്. സാരമില്ല, അവിടെ ടെൻഷൻ്റെ ആവശ്യമില്ലെങ്കിലും ഇത്തിരി ടെൻഷനുള്ളത് നല്ലതാണ്. അപ്പോൾ ആത്മാർത്ഥത വരും. ആത്മാർത്ഥതയുള്ളപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് നന്നായി നമ്മൾ പെരുമാറാൻ പഠിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കുക, അതിഥി ദേവോഭവ. അവർ അതിഥികളെപ്പോലെ കരുതണം. അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ആകട്ടെ, അവരുടെ കാര്യങ്ങൾ കറക്റ്റായി നടക്കണം എന്ന് പറഞ്ഞു. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം മനസ്സിലായി. ഇക്ക എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പുള്ളി ഉള്ളത് കൊണ്ടാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിനടുത്ത ദിവസം തന്നെ ആദ്യത്തെ ടാസ്ക് കിട്ടി. 47 വയസ്സുള്ള ഒരു ആൻറ്റിയാണ് കാറിൽ വന്നാണ് എന്നെ റിസീവ് ചെയ്തത്. അവരുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ആരുമില്ല. മക്കളൊക്കെ വിദേശത്താണ്. പുള്ളിക്കാരി തനിയാണ് താമസിക്കുന്നത്. ഒരു ജോലിക്കാരിയുണ്ട്. ഇന്ന് അവിടെ ഇല്ല. അവർ ആദ്യം തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. മിനിമലായുള്ള ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് എൻ്റെ മുഖസൗന്ദര്യം ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു. കാര്യത്തോടെടുക്കുമ്പോൾ ഞാനൊരു റാണിയും നീ ഒരു അടിമയുമാണ്. അങ്ങനെയൊക്കെ ഞാൻ പെരുമാറും. എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും. നീ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നീ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയെപ്പോലെ മണികിലുക്കി മുന്നേറണം എന്ന് പറഞ്ഞു. തുടങ്ങിയപ്പോൾ എനിക്ക് വഴികൾ അറിയില്ലായിരുന്നു. പിന്നീട് വഴികൾ തുറന്ന് തെളിഞ്ഞു വന്നു. പിന്നെ ഒരു തടസ്സവും എനിക്ക് തോന്നിയില്ല. അവർ എന്തൊക്കെയോ കഠിനമായ ഭാഷകളിൽ എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥ വഴക്ക് പറച്ചിലല്ല, അവരുടെ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതൊരു അഭിനയമാണെന്നും അതിൽ ചില റോളുകളുണ്ടെന്നും എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാൻ കേട്ടിട്ടുമുണ്ട്. അവിടെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പന്ഥാവ് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. 1.5 മണിക്കൂറിന് ശേഷം ഞാൻ അടിമവേഷം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായ സംഭാഷണങ്ങളുണ്ടായി. അവർ തുടർച്ചയായി വരുന്ന ദിനങ്ങളിലെ പല വ്യത്യസ്തമായ റോളുകളെപ്പറ്റി അവരെന്നോട് സംസാരിച്ചു. അതൊക്കെ ഞാൻ മൂളിക്കേട്ടു. അനുസരണയുള്ളൊരു കുഞ്ഞാടായി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവർ എനിക്ക് 5000 രൂപ കൂടുതൽ തന്നു. പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇത് നിൻ്റെ കയ്യിൽ വെച്ചു, അത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും സജ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റേത് ഇപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് 5000, പിന്നീട് 3000 എല്ലാത്തിനും തരണമെന്ന് പറഞ്ഞു. ഞാൻ പിണക്കാൻ പോയില്ല. ചേച്ചിയല്ലേ വഴി തുറന്നു തന്നത്. അങ്ങനെ ആ ഒരു മാസം ഞാൻ 8 വട്ടമോ മറ്റോ ആണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയത്. 8 റോളുകൾ പോലെയായിരുന്നു. എങ്കിലും എനിക്ക് കിട്ടിയ പണം അത് മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. പിന്നെ എനിക്ക് സജി ചേച്ചിക്ക് കുറച്ച് പൈസ കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. അവർ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. അങ്ങനെ 2-3 മാസത്തോളം ഒരേ പാതയിൽ ഞാൻ ചുറ്റിയടിച്ചു. പക്ഷേ സജി ചേച്ചി എന്നോട് പൈസ മുടക്കി ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകൾ, ലേസർ, അങ്ങനെ കുറേയധികം സൗന്ദര്യവർദ്ധക സംഗതികൾ എനിക്ക് പറഞ്ഞു തന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക്
ഡ്രാസ്റ്റിക്കായുള്ള മാറ്റങ്ങളുണ്ടായി. എനിക്ക് തന്നെ ഓവർ കോൺഫിഡൻസ് ആകും. അതേപോലെയായി. ഇക്കയും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ നീ പിടിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സുഗന്ധങ്ങൾ, വില കൂടിയ സുഗന്ധങ്ങൾ, പെർഫ്യൂമുകൾ ഒക്കെ സജി ചേച്ചി എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ അതൊക്കെ വാങ്ങിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു എന്ന് പറയാം. ഇതിനിടയ്ക്ക് ഇക്കയെ ഞാൻ കൈ അയച്ച് സഹായിച്ചു. കാര്യം എൻ്റെ അക്കൗണ്ടിൽ പണം നന്നായി വന്നു. ഞാനുമൊക്കെയും പിന്നീട് ഒരു വാടക ഫ്ലാറ്റിലേക്ക് മാറി. ഒരു പ്രശ്നവുമില്ല. ധാരാളം ബന്ധങ്ങളും സൗഹൃദങ്ങളും എനിക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരു വിശ്രമവുമില്ല. അതേപോലെയായിരുന്നു. എന്തായാലും പിന്നീട് ഞാനൊരു ഫ്ലാറ്റ് നഗരത്തിൽ സ്വന്തമായി വാങ്ങി മാഡം. അവിടെയാണ് ഇപ്പോൾ താമസം. ഇക്കയും കൂടെയുണ്ട്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ നന്നായി സെറ്റിൽഡായി. എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ മറ്റ് പരാധീനതകളോ ഒന്നുമില്ല. നന്നാകാത്ത സമയത്ത് ആരുമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, ബഹുമാനമാണ്. എന്നെ കാണുമ്പോൾ തന്നെ ഓടിവരും. പണം ചെയ്ത ഒരു വിദ്യയെ ഇപ്പോൾ എന്നോട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് എല്ലാവരും. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരാളെ മാത്രം സ്നേഹിച്ചെന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ല. സത്യം പറഞ്ഞാൽ ഒരു യന്ത്രത്തിൻ്റെ മനസ്സാണ് എൻ്റെന്ന് തോന്നുന്നു. പണ്ടത്തെ സങ്കല്പങ്ങളൊക്കെ എനിക്ക് മാറി മറിഞ്ഞു. പക്ഷേ വിവാഹത്തിനുള്ള സമ്മർദ്ദം ഏറി വരികയാണ്. ഈ സമയത്ത് എങ്ങനെയുള്ള പങ്കാളിയായിരിക്കും മാഡം ഞാൻ കണ്ടെത്തുക? ഇതിപ്പോൾ എത്ര നാൾ ഞാൻ മറച്ചുകൊണ്ട് നടക്കും? എനിക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ആത്മാർത്ഥതയുള്ള ഒരു കുടുംബനാഥനായി മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു കൺഫ്യൂഷനിലാണ് മാഡം. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? കല്യാണം കഴിക്കണോ വേണ്ടയോ? ഈ കഥയിൽ തന്നെ അതിന് മറുപടിയുണ്ട്. അതായത് എനിക്ക് ആത്മാർത്ഥതയുള്ള ഒരു കുടുംബനാഥനാകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ആരോടും പ്രേമമോ സ്നേഹമോ ഇല്ല. യന്ത്രം പോലെയാണ് ഞാൻ, അങ്ങനെ മനസ്സാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനൊരു മനസ്സ് വെച്ചിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതം സുന്ദരമാകുക? വിവാഹം, കുടുംബം, കുടുംബജീവിതം ഇങ്ങനെയുള്ള ഒരാശയത്തോട് യോജിച്ചു പോകുന്ന ഒരാളല്ല നിങ്ങൾ. നിങ്ങളൊന്നുകിൽ മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിവാഹം കഴിക്കണമോ എന്നുള്ള ചോദ്യത്തിന് വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയൊരു മാനസികാവസ്ഥയല്ല ഉള്ളത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കഴിക്കരുതേ എന്ന് പറയാൻ പറ്റില്ല. കാര്യം വേറൊരാളെ നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കുക? അത് പറ്റില്ല. പക്ഷേ അതിന് പറ്റിയൊരു സിറ്റുവേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ മാറണം. ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരാളായിട്ട് മാറണം. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എല്ലാറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, സെയിം മെൻറ്റാലിറ്റിയുള്ള ഓപ്പൺ അപ്പായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം സമൂഹത്തിന് മുന്നിൽ കാണുകയും ചെയ്യും. നിങ്ങൾക്ക് അടിയൊഴുക്കളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പം അങ്ങനൊരു വ്യക്തിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറാകും. അതല്ലാതെ പണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടക്കുമ്പോൾ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഇനി വീഡിയോ കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം നമ്മുടെ മെയിൽ ബോക്സിലേക്ക് ഒത്തിരി കഥകൾ വന്ന് മെയിൽ ബോക്സ് എല്ലാം നിറഞ്ഞ് ഒരു മെയിലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. കുറേ മെയിലുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കുറേ കഥകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് പല കഥകളും വായിക്കാൻ പറ്റാതെ പോയെന്നുള്ളത് ഞാൻ ഖേദത്തോടു കൂടി പറയുന്നു.